A very warm welcome to all of you into the next class of our Easy English lessons. Today, you are going to speak English. Yes, today onwards you will start speaking English. ഇന്ന് മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്. ഇന്ന് നിങ്ങൾ തുടങ്ങണം. പറയുന്നേ ഈ ചെറിയ കാര്യങ്ങൾ അത് കിട്ടുന്നത് പറഞ്ഞ് ശീലിക്കുക. ഇഫ് യു ഹാവ് എ സ്ട്രോങ് മൈൻഡ്, ഇഫ് യു ഹാവ് ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ, nothing is impossible. Nothing is impossible means you can win it, you will get it, whatever you aim. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അത്ര വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരല്പം സമയം ചെലവഴിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനു വേണ്ടി നല്ല താല്പര്യത്തോടു കൂടി മുന്നേറുക. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് ദിസ്, ബട്ട് യു ഹാവ് ടു but one thing you have to do is start practicing right now. Right now means ഈ സമയം മുതൽ ഇപ്പം തുടങ്ങണം നിങ്ങൾ പ്രാക്ടീസിങ്. പറയല്. നമ്മളിവിടെ ആരും ഇംഗ്ലീഷുകാരല്ല, നമുക്കിവിടെ ഇംഗ്ലീഷിൻ്റെ സാഹചര്യമില്ല. നമ്മളത് സ്വയം ഉണ്ടാക്കി. We have to start practicing right now. Okay, so let us start the class. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഓക്സിലറീസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഓക്സിലറിയെ, അതായത് ഹെൽപ്പിംഗ് വെർബ്സ്, രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്രൈമറി ഓക്സിലറി, രണ്ടാമത്തത് മോഡൽ ഓക്സിലറീസ്. അതിൽ പ്രൈമറി ഓക്സിലറീസ് നമ്മൾ വീണ്ടും മൂന്ന് ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് ബി, രണ്ടാമത്തത് ഹാവ്, മൂന്നാമത്തത് ഡു. അതിൽ ആദ്യം ഫോംസ് ഓഫ് ബി. ബിയുടെ ഫോമുകൾ ആം, ഈസ്, ആർ, വാസ്, വേർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. നിങ്ങൾ റിവൈസ് ചെയ്ത് നന്നായിട്ട് തറവാക്കിയിട്ടുണ്ടാകുമല്ലോ. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഓരോ ഈ ഫോംസ് ഓഫ് ബി, അതായത് ബിയുടെ ഫോമുകൾ ഓരോന്നായി നമുക്ക് ഇനി എടുത്ത് പഠിക്കാം. ഓരോന്നും നിങ്ങൾ ശരിക്ക് തറവാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുള്ള സമയം എടുത്തിട്ട് അടുത്ത പാഠത്തിലേക്ക് കടക്കുക. ആമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മളിനി സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോകണം. നിങ്ങൾ ഇന്ന് മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഈ പഠനം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന സ്വപ്നം ശരിക്കും സീരിയസ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് സംസാരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവും. കാരണം പഠിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എക്സൈറ്റഡ് ആവും, നല്ല ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ ഒരു ആകാംക്ഷയോട് കൂടി തന്നെ എക്സൈറ്റഡ് ആയിക്കൊണ്ട് തന്നെ നിങ്ങളിത് മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ. ഈ ആമിൻ്റെ ഉപയോഗം വരുന്നത് ഐ എന്ന പ്രൊനൗണിൻ്റെ കൂടെ മാത്രമാണ്. ഐ എന്ന പ്രൊനൗണിൻ്റെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുകയുള്ളൂ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഐ എന്നതിൻ്റെ കൂടെ മാത്രമാണ് ആം ഉപയോഗിക്കുന്നത്. ഓക്കെ. അതായത് അതിൻ്റെ അർത്ഥം വരുന്നത് ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനുണ്ട് എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ആം എന്ന് ഉപയോഗിക്കുന്നത്. നമുക്കിനി സെൻറ്റൻസുകൾ ഉണ്ടാക്കി സംസാരിച്ച് തുടങ്ങാം. ആദ്യത്തേത് ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇവിടെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ, നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയുന്നത്, പ്രൊനൗൺസിയേഷൻ അല്ല,
പ്രൊനൗൺസിയേഷൻ, അതായത് ഉച്ചാരണം. ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം കൂടി ശ്രദ്ധിച്ചിട്ട് പോയാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പരമാവധി ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ഒരു ന്യൂട്രൽ ആക്സെൻ്റ് എന്ന് പറയും. ഈ ന്യൂട്രൽ ആക്സെൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി ഈ മലയാളം രീതിയിൽ പറയാതെ ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലിൽ തന്നെ പറയാൻ നോക്കുക. അപ്പോൾ ഐ ആം എന്നുള്ളത് ഐ ആം എന്ന് ചുരുക്കി പറയും. ഐ ആം എ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്നാണ് പറയുക, സ്റ്റുഡൻറ്റ് എന്നല്ല, സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ പറഞ്ഞു, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഇനി നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ നൗണ് പറയുമ്പോൾ, നാമം എന്ന് പറഞ്ഞാൽ നാമം, എന്തെങ്കിലും ഒരു പേര് നമ്മൾ പറയുമ്പോൾ വ്യക്തികളുടെ പേരല്ല, സാധനങ്ങളുടെ പേര് അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു എന്നർത്ഥം കിട്ടാൻ വേണ്ടി എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ മലയാളത്തിലും പറയുമ്പോൾ സാധാരണ പറയുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ അത് പറയാതെയും ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ അത് പറയുക എന്നുള്ളതാണ് ഒരു നിയമം. നാമങ്ങളുടെ മുമ്പിൽ വ്യക്തികളുടെ പേരല്ലാതെ നാമങ്ങളുടെ മുന്നിലൊക്കെ, അതായത് പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്ന് വെച്ചാൽ വ്യക്തികളുടേതോ അല്ലെങ്കിൽ പിന്നെ സ്ഥലങ്ങളുടെയോ പേരല്ലാത്ത ഏകവചന നാമങ്ങളുടെ മുമ്പിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണല്ലോ, ഒന്നേ ഉള്ളൂ. അതിൻ്റെ ബഹുവചനം സ്റ്റുഡൻസ് എന്നാണ്, വിദ്യാർത്ഥികൾ എന്ന്. ഇതുപോലെ വരുന്ന മറ്റു വാക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മാംഗോ, ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന ഏകവചന നാമങ്ങളുടെ മുമ്പിൽ നമ്മൾ എ ചേർക്കും അല്ലെങ്കിൽ ആൻ ചേർക്കും. ഈ എയും ആനും ചേർക്കേണ്ട സന്ദർഭങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ശബ്ദങ്ങളെ, അതായത് ലെറ്ററിൻ്റെ ശബ്ദങ്ങളെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോൺസണൻറ്റ് സൗണ്ട്, മറ്റൊന്ന് വവ്വൽ സൗണ്ട്. വവ്വൽസും കോൺസണൻറ്റുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ വവ്വൽസ് എന്നത് എളുപ്പമാണ്. എ ഇ ഐ ഒ യു, ഇതാണ് വവ്വൽ സൗണ്ട്. ഈ എ ഇ ഐ ഒ യു അല്ലാത്ത എല്ലാ മറ്റ് ശബ്ദങ്ങളും, അതായത് മറ്റ് 21 ലെറ്ററുകളും അത് കോൺസണൻറ്റ് സൗണ്ടുകളാണ്. അപ്പം അതൊന്നും ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കണ്ട. ഇവിടെ ഞാനിത് പറയാൻ കാരണം എയും ആനും തമ്മിൽ ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ വവ്വൽ സൗണ്ടിൻ്റെ മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വവ്വൽ സൗണ്ടാണ് നമ്മൾ നോക്കൽ, അല്ലാതെ ലെറ്റർ അല്ല. അതായത് എ ഇ ഐ ഒ യു. ഇതിൽ എൻ്റെ ശബ്ദം ആ എന്നാണ്, അതിൻ്റെ ശബ്ദം വരേണ്ടത് ആ. ഈൻ്റെ ശബ്ദം എ എന്നാണ്. ഐൻ്റെ ശബ്ദം ഇ എന്നാണ്. ഓൻ്റെത് ഓ എന്ന് തന്നെ. യുവിൻ്റെ ശബ്ദം ആ എന്നാണ് വരിക. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ആ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസാനം ഇ ഉ എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ എന്ന് പറയുന്ന ആ ശബ്ദം, അതാണ് യുവിൻ്റെ ശബ്ദം വരുന്നത്, ആ എന്നുള്ള ശബ്ദം. അപ്പോൾ എ ഇ ഐ ഒ യു. നിങ്ങൾ ലെറ്ററല്ല നോക്കേണ്ടത്, ലെറ്ററിൻ്റെ ശബ്ദം എന്താണോ വരുന്നത് അതാണ് നോക്കേണ്ടത്. അത് നമുക്കിതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ വവ്വൽ ലെറ്ററല്ല നോക്കേണ്ടത്, വവ്വൽ സൗണ്ടാണ് നോക്കേണ്ടത് എന്ന് പറയാൻ കാരണം, നമ്മൾക്കറിയാം ചില വാക്കുകൾ തുടങ്ങുന്നത് വവ്വൽ ലെറ്റർ കൊണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഉച്ചാരണം വരുന്നത് കോൺസണൻറ്റ് ലെറ്റർ സൗണ്ടായിരിക്കും. ഉദാഹരണത്തിന് യൂറോപ്യൻ്റെ സ്പെല്ലിങ് ഇ യു എന്നാണ് തുടങ്ങുന്നത്. ഈ വെച്ചിട്ടാണ് യൂറോപ്യൻ്റെ സ്പെല്ലിങ് തുടങ്ങുന്നത്. പക്ഷേ നമ്മളത് വായിക്കുന്നത് യാ സൗണ്ടാണ് വരുന്നത്. യാ സൗണ്ട് കോൺസണൻറ്റ് സൗണ്ടാണ്, അത് വവ്വൽ സൗണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറോപ്യൻ എന്നാണ് പറയുക. അതുപോലെ യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് യൂണിവേഴ്സിറ്റി നമുക്കറിയാം യു എന്ന ലെറ്റർ കൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് തുടങ്ങുന്നത്.
എന്നാൽ യു കൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് തുടങ്ങുന്നത് എങ്കിലും യു എന്നതിൻ്റെ വവ്വൽ സൗണ്ട് ശരിക്ക് ആ എന്നാണ്. ഉദാഹരണത്തിന് അംബ്രല്ല, അപ്പ്, ട്രസ്റ്റ് എന്ന വാക്കുകളിലുള്ള യുവിൻ്റെ ഉച്ചാരണം എന്നതുപോലെ ആ എന്ന സൗണ്ടാണ് യുവിൻ്റെ ശരിക്ക് സൗണ്ട്. അപ്പോൾ ആ എന്ന സൗണ്ട് വരാത്തത് കൊണ്ട് യു എന്ന ലെറ്റർ വന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന് ആന് ചേർക്കില്ല, എ യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ് പറയുക. ഓക്കെ. അതുപോലെ നമ്മൾ ചില കോൺസണൻറ്റ് ലെറ്ററുകൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ, HOUR, അവർ എന്ന് പറഞ്ഞാൽ ശരിക്കും തുടങ്ങുന്നത് എച്ച് വെച്ചിട്ടാണ്. എച്ച് എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റ് സൗണ്ടാണ്, കോൺസണൻറ്റ് ലെറ്ററാണ്. അതുകൊണ്ട് നമ്മൾ ആൻ അവർ എന്നാണ് പറയുക. 1 മണിക്കൂർ എന്നുള്ളതിന് ആൻ അവർ. എച്ച് കൊണ്ടാണെങ്കിലും അത് ഉച്ചാരണം വരുന്നത് ആ എന്നാണ്, ഹ എന്നല്ല, ഹവർ എന്നല്ല പറയുക, അവർ എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ആൻ അവർ എന്നാണ് പറയുക. മറ്റൊന്നാണ് ഓണസ്റ്റ്. നമ്മൾ പറയും ഓണസ്റ്റ് മാൻ, ആൻ ഓണസ്റ്റ് മാൻ എന്നാണ് പറയുക. അതായത് സത്യസന്ധനായ വ്യക്തി എന്ന് പറയാൻ നമ്മൾ ആൻ ഓണസ്റ്റ് മാൻ, ഹീസ് ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിനി ആമിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഇനി കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞു നോക്കുക. ആം എ ഡോക്ടർ, ആം എൻ എൻജിനീയർ, ആം ആൻ ഓണസ്റ്റ് മാൻ, ആം എ സെല്ലർ, ആം എ ബിസിനസ് മാൻ, ആം എ പ്ലെയർ. ഇതിലേക്ക് അല്പം കൂടി കൂട്ടി നിങ്ങൾക്കറിയുന്ന ചില വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി പറയാം. ഉദാഹരണത്തിന് ആം എ ഗുഡ് പ്ലെയർ, ആം എ ബിസി പേഴ്സൺ, ആം വെരി ബിസി എന്ന് തുടങ്ങുന്ന അത് പറയാം. ഇനി മറ്റൊന്ന് ആം ഹിയർ. നമ്മൾ പറഞ്ഞപ്പോൾ ഐ ആം എന്നുള്ളതിന് ഉണ്ട് എന്നും അർത്ഥമുണ്ട് എന്ന്. അപ്പോൾ ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഐ ആം ഇൻ ദ ക്ലാസ്, ഞാൻ ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിലാകുന്നു എന്നർത്ഥമുണ്ട്. രണ്ടിനും ഒരേ മീനിങ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. ഐ ആം ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലാണ്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വേറെ അറിയുമോ, അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ആം ഹിയർ ഇൻ ദ ഹൗസ്, ഞാനിവിടെ വീട്ടിലുണ്ട്. ഐ ആം ഹിയർ ഇൻ ദ ഹൗസ്, ഞാനിവിടെ വീട്ടിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളെല്ലാം കുറച്ചും കൂടി കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ പരമാവധി പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇത് പല ആളുകൾക്കും ഇതൊക്കെ ചിലപ്പം അറിയുന്നവരുണ്ടാവും. ഇതൊക്കെ അറിയുന്നതാണ്, ഇതിനൊക്കെ എന്താ പ്രാക്ടീസ് ചെയ്യാനെന്ന് പറയാൻ എന്ന് വിചാരിക്കരുത്. കാരണം ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാവിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് നോട്ട്ബുക്കിൽ മാത്രമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് അല്പം ഉച്ചത്തിൽ അല്പം ഉറക്കെ പറഞ്ഞ്, കാരണം സംസാരം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ശീലിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ ഇപ്പോൾ തരുന്നുണ്ട്. ആ ടേബിളിലുള്ളതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതുപോലെ പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി സംശയങ്ങളുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.